അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് അനദർ സിമ്പിൾ മോർണിംഗ്. മോർണിംഗ് എപ്പോഴും കുറച്ച് ഹേസിയും കുറച്ച് ബിസിയൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് ഇങ്ങനെ സ്ലോലി ഹോമൊന്ന് എണീറ്റ് തുടങ്ങുന്നത് കാണാനൊരു രസമാണ്. ആ ഒരു സോഫ്റ്റ് ലൈറ്റും കാംനെസ്സും ഒക്കെ. അതിൻ്റെ കൂടെ തന്നെ മനസ്സിൽ ഫുള്ളി ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആസ് യൂഷ്വൽ ടിഫിൻ പ്രിപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും ടിഫിൻ പ്രിപ്പ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ, എൻ്റെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളൊരു റീസൺ ഉണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കുറേ ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കാറുണ്ട്, എന്താണ് മോനിക്ക് ടിഫിനിൽ കൊടുക്കാറുള്ളതെന്ന്. എപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ് മക്കൾക്ക് എന്താ കൊടുക്കുക എന്നുള്ളത്. ഡെയിലി എന്തെങ്കിലും ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണെങ്കിൽ അവർക്കത് മടുപ്പുമാവും. പക്ഷെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനം വേണം. രാവിലെ തന്നെ എണീറ്റ് നമുക്ക് കുറേ പണിയൊന്നും എടുക്കുന്നത് ആർക്കായാലും ഇഷ്ടമുണ്ടാവില്ല. അപ്പം ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ വർക്കൊക്കെ തലേന്ന് രാത്രിന്ന് ചെയ്തു വെക്കും. അങ്ങനെ ആകുമ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് അധികം പണിയൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിനേക്കാട്ടും കൂടുതൽ ഇവർക്ക് ഇഷ്ടപ്പെടാമെന്നുള്ള ഒരു പോയിന്റും കൂടി അവിടെ ഉണ്ടല്ലോ. നമ്മൾ വീട്ടിൽ നിന്നാകുമ്പോൾ നമുക്ക് അങ്ങനെയെങ്കിലും അവരെ തീറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ സ്കൂളിൽ കൊണ്ടുപോയാൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമ്മളെ കൈമലെല്ലാം ഒന്നും ഉണ്ടാവാം. അവർ തിന്നതും തിന്നാത്തതൊക്കെ അവരുടെ ഇഷ്ടത്തിനായിരിക്കും. അപ്പം ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പം കൂടുതലും ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇന്ന് ഞാൻ വൈറ്റ് സോസ് പാസ്ത ആണ് കേട്ടോ ടിഫിനിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള വെജീസും ചിക്കനും പിന്നെ പാസ്തയൊക്കെ തലേന്ന് തന്നെ ബോയിൽ ചെയ്ത് കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പണി കുറേ കുറഞ്ഞു കിട്ടും. രാവിലെ തന്നെ എല്ലാം കൂടി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ നോർമലി തലേന്ന് രാത്രി തന്നെ ഇതിൻ്റെ ഹാഫ് പണി തീർത്ത് വെക്കും. എന്നിട്ട് മോർണിംഗ് ജസ്റ്റ് സോസൊക്കെ ഉണ്ടാക്കി അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. അവർക്ക് നല്ല യമ്മി ആയിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ള ടിഫിൻ ബോക്സ് കിട്ടുകയും ചെയ്യും. ഒന്നുമില്ലാത്തപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ബ്രെഡ് സ്റ്റോക്ക് ചെയ്തിട്ട് വെക്കും. ബ്രെഡിനെ കൊണ്ടാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ബ്രെഡ് വാട്ടാം, ബ്രെഡ് സാൻഡ്വിച്ച് ആക്കാം, അങ്ങനെ കുറേ ഐറ്റംസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ മോനെ സ്കൂളിലേക്കും പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഓഫീസിലും പോയി ഈ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ ചെറിയൊരു കാംനെസ് അതൊരു റിവാർഡ് പോലാണ്. ജസ്റ്റ് സൈലൻസ് ആൻഡ് മീ. ഈ ഒരു പീസ്ഫുൾ പോസ് ഷോർട്ടാണെങ്കിലും ഭയങ്കര റിഫ്രഷിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞ് കൂടുതലൊന്നും ഫിലിം ചെയ്തില്ല. യൂഷ്വൽ ചോഴ്സും അതിൻ്റെ ഇടയ്ക്ക് മീ ടൈമും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ മോനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ചെത്തി. ഇന്ന് നമുക്ക് ചെറിയൊരു ഗസ്റ്റും കൂടെ ഉണ്ട്. മോൻ്റെ ഫ്രണ്ട് സ്കൂളിൽ നിന്ന് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ലഞ്ച് കുറച്ച് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. ഗസ്റ്റ് ഉണ്ടാവുന്ന ടൈമിൽ എസ്പെഷ്യലി കിഡ്സ് ആകുമ്പം ഫ്രൈഡ് റൈസ് ഒരു സേഫ് ചോയ്സ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കിഡ്സിനും ഇത് ഇഷ്ടമായിരിക്കുന്നു. ആൾക്കിത് ഇഷ്ടമാണോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഷുവർ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്ത് ചോദിച്ചാലും ഇഷ്ടമാണെന്നാണ് പറയാം. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, ഇതന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇല്ലാത്ത 2-3 ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്യുകയും ചെയ്തു. എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ്. ഇടയ്ക്കിടയ്ക്ക് ഉമ്മനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാറും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ചില്ലി ചിക്കനേക്കാളും നമുക്കിഷ്ടം ഉമ്മൻ്റെ ചില്ലി ചിക്കനാണ്. ഇന്ന് കുറേയൊക്കെ ഉമ്മൻ്റെ റെസിപ്പി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. എപ്പോഴും ഉണ്ടാക്കാത്ത ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റെപ്പൊക്കെ ചിലപ്പോൾ മാറിപ്പോവാറൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പം ചിലപ്പം എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഉമ്മ ഉണ്ടാക്കുമ്പം എപ്പോഴും ഈ ഒരു ഫ്രൈഡ് റൈസിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഉണ്ട് ഉമ്മൻ്റെ. അതുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അങ്ങനെയാണ് ഓരോ റെസിപ്പിയും ഉണ്ടാക്കാറുള്ളത്. ഞാൻ ചില സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഉമ്മ അങ്ങനെ എപ്പോഴും എടുക്കുന്ന കുറച്ച് വെജിറ്റബിൾസിലൊന്നാണ് ക്യാരറ്റും ക്യാബേജും പിന്നെ സ്പ്രിംഗ് ഒണിയനും. ക്യാപ്സിക്കം ഉമ്മ ആഡ് ചെയ്യലുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. പക്ഷെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചിക്കനും ചെമ്മീനും എഗ്ഗും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്മീൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടെ മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു. ചിക്കനും ചെമ്മീനും എഗ്ഗും മിക്സ് ആക്കിയിട്ട് ഒരു മിക്സ്ഡ് ഫ്രൈഡ് റൈസ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബസ്മതി റൈസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുകയാണ് ബസ്മതി റൈസ് എടുത്തിട്ട്. പിന്നെ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കനും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. സോയ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ, ഉപ്പ്, പിന്നെ മുട്ട ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബട്ടറിൽ കുറച്ച് സോൾട്ടും പെപ്പറും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ സോട്ട് ചെയ്തെടുക്കുന്നത്. ചില ടൈമിൽ കുക്ക് ചെയ്യുമ്പം ഞാൻ ശരിക്കും തിങ്ക് ചെയ്യാറുണ്ട്, ഫുഡിന് കുറേ കാര്യങ്ങളായിട്ട് കുറേ മൊമെൻറ്റ്സ് ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മളെ ചൈൽഡ്ഹുഡ്, ഉമ്മാൻ്റെ കിച്ചണ്, അങ്ങനെയൊക്കെ പലതും.
എപ്പോഴും പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതിനേക്കാളും ഞാൻ വിശ്വസിക്കുന്നത് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് എഫേർട്ടും കുറച്ച് കൂടുതൽ ലവും ആണെന്നാണ്. എസ്പെഷ്യലി കിഡ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ, കിഡ്സിന് ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈം കിച്ചൺ ഫുള്ള് മെസ്സിയാവും, സിങ്ക് ഫില്ലാവും, ബട്ട് സംഹൗ ബൈ ദ എൻഡ് എല്ലാം ക്ലീനായിട്ട് അതിൻ്റെ ഒരു പ്ലേസിലെത്തും. അങ്ങനെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കനും ചെമ്മീനും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെമ്മീനും ചിക്കനെ പോലെ തന്നെ ജസ്റ്റ് സോൾട്ടും പെപ്പറും മാത്രം ഇട്ടിട്ടാണ് ബട്ടറിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിതിൽ ഉള്ളി ആഡ് ചെയ്യുന്നില്ല കേട്ടോ. സ്പ്രിംഗ് അനിയൻ ആഡ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ കുറേ വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളി ആഡ് ചെയ്യുന്നില്ല. ഉള്ളി ആഡ് ചെയ്തപ്പോഴും ആഡ് ചെയ്യാത്തപ്പോഴും എനിക്ക് വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വെറുതെ എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കുറേ ഗാർലിക് ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് ഗാർലിക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഗാർലിക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ ഞാൻ സോട്ട് ചെയ്യുന്നത് കുറച്ച് ബട്ടറിൽ കുറച്ച് ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് സോട്ട് ചെയ്യുന്നത്. ബട്ടറിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കീ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. ഓവർ കുക്ക് ആവാതെ കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക എന്നുള്ളത്. പിന്നെ കൂടുതലും മസാലാസും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റില്ലേ അത് തന്നെ വരണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എഗ്ഗും സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്. 2 എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് സോൾട്ടും പെപ്പറും മാത്രം ഇട്ടിട്ട് നമ്മൾ എല്ലാ സാധനവും സോട്ട് ചെയ്യുമ്പം അതിലേക്ക് കുറച്ച് സോൾട്ടും പെപ്പറും ഇടുന്നുണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്തിട്ട് വേണം എല്ലാ വെജിറ്റബിൾസിലും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കനും പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയ സോസും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും പിന്നെ ഞാൻ കുറച്ച് ഗാർലിക് പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നോർമലി ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പം അധികം ആൾക്കാരും ബോൺലെസ് പീസാണ് എടുക്കുക. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ബോണുള്ള പീസ് എടുക്കുന്നത് തന്നെ. എൻ്റെ വീട്ടിൽ ഉമ്മയും ഉണ്ടാക്കുമ്പം ബോണുള്ള പീസ് തന്നെ എടുക്കുക. ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടുക ഈ ബോണുള്ള പീസിനും. പിന്നെ ആ ബോണൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആ ഗ്രേവിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ യൂഷ്വലി ബോൺലെസ് ചിക്കനിന് പകരം അധികവും ബോണുള്ള പീസ് തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് കുറച്ച് കോൺഫ്ലോറും മൈദപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ടൈം കൊണ്ട് തന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. അതിലേക്ക് ഞാൻ റൈസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി കുക്കാവാനൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ഈ ചിക്കൻ്റെയും എല്ലാത്തിൻ്റെ ഫ്ലേവർ ഈ റൈസിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ ദമ്മിടുമ്പോൾ ഒന്ന് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. അതെല്ലാവരും യൂഷ്വലി ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ ആക്കിയിട്ടായിരിക്കും എടുക്കാറുള്ളത്. ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഫിൽം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ റഷൊന്നും ചെയ്യാത്ത ടൈമിൽ ഇങ്ങനെ ഫിൽം ചെയ്യുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് കാമിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഞാൻ ഫിൽം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. ഞാൻ യൂഷ്വലി എൻ്റെ ഒരു ഡേൻ്റെ പാർട്ടായിട്ട് ഇങ്ങനെ ആ ഒരു പ്രോസസ്സ് ഫിൽം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് പിന്നെ എന്നോട് വന്നിട്ട് കുറേ ഫ്രണ്ട്സ് ഫുൾ റെസിപ്പിയൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ റഷ് ചെയ്യുന്ന ടൈമിൽ ഈ ഫുൾ വീഡിയോ റീവാച്ച് ചെയ്യാനുള്ള മൂഡോ അല്ലെങ്കിൽ പേഷ്യൻസോ ഒന്നും ആർക്കും ഉണ്ടാവില്ല എന്നുള്ളതും എനിക്കറിയാം. അങ്ങനെ ചില്ലി ചിക്കനും ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് എല്ലാ സോസസും ആഡ് ചെയ്തു. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഞാൻ മറ്റേ നെക്ക് പീസും ബോൺസും മാത്രം ഉണ്ടാവില്ല, അതിനോട് കുറച്ച് ഞാൻ ബോയിൽ ചെയ്തിട്ട് ചിക്കൻ സ്റ്റോക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്തു. പിന്നെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കനും ആഡ് ചെയ്തു. അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി ഗ്രേവി വേണ്ടിയോണ്ട് തന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് സ്പ്രിംഗ് അനിയനും ഇട്ട് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ചില്ലി ചിക്കൻ. അങ്ങനെ നമ്മൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ലിറ്റിൽ ഗസ്റ്റിന് ഇഷ്ടപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇതൊക്കെ ഒന്ന് സെർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെ ഉള്ളൂ ഒരു മോർണിംഗ് തൊട്ട് ആഫ്റ്റർനൂൺ വരെയുള്ള എൻ്റെ ചെറിയൊരു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.